കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതും ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യൻ ജനതയെക്കുറിച്ചാണെന്ന് കേരളത്തിൻ്റെ ആരാധ്യയായ വിപ്ലവ ഗായിക PK മേദിനി. സഖാവ് P. കൃഷ്ണപിള്ളയുടെ ത്യാഗോജ്ജലമായ ജീവിതത്തെ അവതരിപ്പിക്കുന്ന വീരവണക്കം എന്ന സിനിമയെക്കുറിച്ച് എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PK മേദിനി. സ്വജീവിതത്തോട് സാദൃശ്യമുള്ള ഒരു കഥാപാത്രമായും ഈ സിനിമയിൽ വിപ്ലവ ഗായിക അഭിനയിക്കുന്നുണ്ട്. അഖിൽ V. നാഗേന്ദ്രനാണ് വീരവണക്കം സിനിമയുടെ സംവിധായകൻ. സമ്പദ്ഘടനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നറിയാം. ഇപ്പോൾ ദരിദ്ര തീരുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം നടക്കുന്നവരുടെ കൂടിയാണിത്. കുറേയൊക്കെ നമുക്ക് തീർന്നു കഴിഞ്ഞു, അതിനകത്ത് നമുക്ക് അഭിമാനിക്കാം. എന്നാൽ നമ്മൾ കേരളം മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇങ്ങനെ നിൽക്കുന്നു. ഇന്ത്യയെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതും അങ്ങനെയാണ്. ദാരിദ്ര്യമില്ലാത്ത ഒരു ഇന്ത്യ കാണണമെന്നായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇനി അനുസൃതം മുന്നോട്ട് പോകേണ്ടിയിരിക്കും തീർച്ചയായിട്ടും. അതൊക്കെ ഈ സിനിമയിൽ നന്നായിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു രാഷ്ട്രീയമല്ല, സാമൂഹ്യ രംഗത്തെ ജാതി ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാനൊക്കെ അതിനകത്ത് വ്യത്യസ്തമായ ഒരു നില സ്വീകരിച്ചാണ് എൻ്റെ കുട്ടികളെയൊക്കെ അവർക്ക് താല്പര്യപ്പെടുന്ന ആളുകളുമായിട്ട് വിവാഹം കഴിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഒരു വിധവയാണ് ഞാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ച സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവ വഹിച്ച പങ്കിനെക്കുറിച്ച് കൃത്യമായി വരച്ചു കാട്ടുന്നതിനാൽ പുതുതലമുറയ്ക്ക് ഒരു ചരിത്രപാഠമാണ് വീരവണക്കം. തമിഴ്നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന ജാതി വിവേചനങ്ങൾക്കെതിരെ പൊരുതുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ് കേരളത്തിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന സംഭവ വികാസങ്ങളായി ചിത്രത്തിൽ മാറുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ച, സ്ഥാപിച്ച ഏറ്റവും പ്രമുഖരിൽ അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് P. കൃഷ്ണപിള്ളയുടെ ഒപ്പം പ്രവർത്തിച്ച ഒരമ്മയാണ് ഞാൻ ഈ പറഞ്ഞ കഥാപാത്രം. അത് ചിരിത എന്ന കഥാപാത്രത്തിന് പേര് നൽകിയെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സഖാവ് PK മേദിനി അവതരിപ്പിച്ച കഥാപാത്രം വ്യക്തിയുമായി ആ കഥാപാത്രത്തിന് അങ്ങേയറ്റം സാദൃശ്യമുണ്ട്. അങ്ങനെ രണ്ട് സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലത്തെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരാദ്യ ചലച്ചിത്ര സംരംഭമാണ് വീരവണക്കം. അത് തമിഴ്നാട്ടിലെ പ്രസ് ഷോ, സത്യത്തിൽ ഒരു 250ഓളം പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രസാദ് തിയേറ്ററിലാണ് ഇത് അവതരിപ്പിച്ചത്. തിയേറ്ററിൽ നിറഞ്ഞ പങ്കാളിത്തമാണ്. മാധ്യമങ്ങൾക്ക് മാത്രമായിട്ട് ഷോ വച്ചിരുന്നു. സത്യത്തിലെ മേദിനി ചേച്ചി അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടുത്തെ പ്രധാനപ്പെട്ട താരങ്ങളെക്കാൾ ഒരു മാധ്യമങ്ങൾ ശരിക്കും ആഘോഷിച്ചത് മേദിനി ചേച്ചിയുടെ സാന്നിധ്യമാണ്. കാരണം അവർക്കൊരു അത്ഭുതമാണ്. ഇപ്പം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന മേദിനി ചേച്ചി എന്താണ് അവർ ചെയ്ത സംഭാവനകളെന്ന് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ എല്ലാ പുരോഗമന സ്വഭാവത്തിലുള്ളവർക്കും, എല്ലാ പുതിയ തലമുറയ്ക്കോ മാധ്യമങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ എല്ലാ വശങ്ങളും അറിയണമെന്നില്ല. വേനലിലൂടെ കനിവിനായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു കാലം, ചുടുകണ്ണീർ കാലം. അതുകിനാവുകൾ ചുട്ടുകരിക്കും കനിവില്ലാ കാലം, മനുജനെ മനുജൻ തിന്നും മനസ്സില്ലാ കാലം. വിനോദ് ക്രിയേഷൻസിന്റെ ബാനറിൽ അനിൽ V. നാഗേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച വീരവണക്കം കേരളത്തിൽ വ്യാപകമായി പ്രദർശനം ആരംഭിച്ചു. വിജ്ഞാനപ്രദമായ ചരിത്രപാഠമെന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പുകളായി വന്നാൽ 50% ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ചലച്ചിത്ര പിന്നണി പ്രവർത്തകർ എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ അനിൽ V. നാഗേന്ദ്രൻ, അഭിനേത്രിയും വിപ്ലവ ഗായികയുമായ PK മേദിനി, നായകരിലൊരാളായ റിതേഷ്, പ്രേംകുമാർ, ആദർശ്, സഹസംവിധായകൻ സുധീഷ് കീച്ചേരി, അസോസിയേറ്റ് എഡിറ്റർ പ്രശാന്ത് ജയ് തുടങ്ങിയവർ പങ്കെടുത്തു.